സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ ഒരു കാഴ്ച പ്രസിഡന്റാണ്. എന്നുവെച്ചാൽ കാണാനുള്ള ഒരു പ്രസിഡന്റ്, വലിയ പ്രവർത്തനമൊന്നും വേണ്ട. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായതിനു ശേഷം ലീഗിനു വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി SDPI-യുമാണ്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വെറും കാഴ്ച പ്രസിഡന്റാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു വെറും പ്രസിഡന്റ് ആണെന്ന് പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്, അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. മാത്രമല്ല, ലീഗിനും UDF-നും സംഭവിച്ച അപജയത്തെക്കുറിച്ചും മാത്രമല്ല മറ്റ് വർഗീയ പാർട്ടികളുമായിട്ടുള്ള അവരുടെ ചങ്ങാത്തത്തെക്കുറിച്ചും ഇവിടെ വ്യക്തമായിട്ട് സ്വരാജ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പോ കേരളത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്താണ്? നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് SDPI എന്ന പേരിലാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. ജമാഅത്തെ ഇസ്ലാമി, ഈ രണ്ട് കൂട്ടരാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം. പണ്ടങ്ങനെയായിരുന്നില്ല. പണ്ട് മുസ്ലിം ലീഗ് ഈ പറയപ്പെട്ട വിഭാഗങ്ങളോട് ഒരു ചെറിയ അകലം സൂക്ഷിച്ചു. വലിയ അകലമൊന്നുമില്ല, പക്ഷെ ഒരു ചെറിയ അകലം ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ അണികളിൽ മഹാഭൂരിപക്ഷവും ഈ പറഞ്ഞ വിഭാഗങ്ങളുമായി അങ്ങനെ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി ഒന്നും ഇപ്പൊ കാണുന്ന പുള്ളികളല്ല. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് കേട്ടു, അർത്ഥമനസ്സോടെ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു. അതൊരു പറ്റിക്കൽ പ്രസ്ഥാനമാണ്. ആദ്യകാലത്ത് സർക്കാർ ജോലി സ്വീകരിക്കുമായിരുന്നില്ലല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സർക്കാർ ജോലി സ്വീകരിക്കുമായിരുന്നില്ല. വിശ്വാസത്തിന്റെ ഭാഗമാണ്. അന്ന് പ്രചരിപ്പിച്ചിരുന്നത് ശമ്പളം കൊടുക്കാൻ അർഹത അള്ളാഹുവിന് മാത്രമാണ്, ഗവൺമെന്റിനില്ല. ജോലി ചെയ്താൽ ശമ്പളം വാങ്ങില്ല. ഇല്ല, വോട്ട് ചെയ്യുമായിരുന്നില്ല. കാരണം ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റിന് ഞങ്ങളെ ഭരിക്കാൻ അവകാശമില്ല, ഞങ്ങൾ ദൈവിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളും. ഇതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ കാലം പോകെ പോകെ വോട്ടും ചെയ്യാൻ തുടങ്ങി, ജോലി സ്വീകരിക്കാൻ തുടങ്ങി. ഇപ്പോ സ്വന്തം നിലയിൽ സംഘടനയെന്ന് പ്രഖ്യാപിച്ച് മുൻപോട്ട് പോയാൽ കേരളത്തിൽ എവിടെയും സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ നല്ല സത്യവിശ്വാസികളായ ദീനീ ബോധമുള്ള മുസൽമാൻ അവന്റെ വീട്ടുവളപ്പിനകത്ത് പ്രവേശിപ്പിക്കാതെ അകറ്റി നിർത്തുന്ന വിഭാഗമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ കാര്യങ്ങളുടെ കടപ്പൊക്കെ മനസ്സിലായപ്പോ പിൻവാതിലൂടെ കേരള രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഒക്കുമോ? അതാണ് നോക്കുന്നത്. SDPI-യുമായി ചേർന്ന് ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി മാറി. അതെങ്ങനെ സംഭവിച്ചു? മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും അതിനുശേഷം ഹൈദർ അലി ശിഹാബ് തങ്ങളും അതിനു മുമ്പും ഒക്കെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റുമാരായിരുന്നവർ അങ്ങനെ അധികം വലിയ പൊതുപരിപാടികളിലോ ഒക്കെ പ്രത്യക്ഷപ്പെടുമായിരുന്നില്ലെങ്കിലും ലീഗിനെ നിയന്ത്രിക്കാൻ, നയിക്കാനുള്ള ഒരു പ്രാപ്തി അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ തങ്ങളോ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റായതിനു ശേഷം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വം വിട്ടുകൊടുത്തു. ലീഗിനു വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി SDPI-യുമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ ഒരു കാഴ്ച പ്രസിഡന്റാണ്. എന്നുവെച്ചാൽ കാണാനുള്ള ഒരു പ്രസിഡന്റ്, വലിയ പ്രവർത്തനമൊന്നും വേണ്ട. അതൊക്കെ ജമാഅത്തെ ഇസ്ലാമി ചെയ്തോളൂ. ഇപ്പൊ മുസ്ലിം ലീഗ് വഴി ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും UDF-ന്റെ തന്നെ രാഷ്ട്രീയ നയം തീരുമാനിക്കുന്ന ശക്തിയായി മാറുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പോഴോ കോൺഗ്രസിന്റെ ഒരു കൈ RSS-ന്റെ തോളിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPI-യുടെയും തോളിലാണ്. ഈ രണ്ട് വർഗീയതയെയും ചേർത്ത് പിടിക്കുന്നു. ഇരു വർഗീയവാദികളെയും ഒരുമിച്ച് ഇടതുപക്ഷത്തിനെതിരെ അണിനിരത്തില്ല. അപ്പൊ ചിലരെങ്കിലും ഉള്ളിൽ സംശയിക്കും, മുസ്ലിം വർഗീയതയും ഹിന്ദു വർഗീയതയും തമ്മിൽ ചേരുമോ? RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ചേരുമോ? ചേരും. എങ്ങനെ ചേരും? അതിന്റെ കൂടുതൽ രാഷ്ട്രീയ വിശകലനത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ കഴിഞ്ഞ മാസമാണ് കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം, വിശദീകരിക്കണ്ട. മോദി ഗവൺമെന്റിന്റെ പ്രതികാര നടപടികളെ നേരിട്ട് രണ്ട് കഷണമായി ചിഹ്ന ഭിന്നമായി മാറിയ കശ്മീർ. ആ കശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ
CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് മുഹമ്മദ് യൂസഫ് താരിഗാമി, നമ്മുടെ കേരളത്തിലെല്ലാം ഒരുപാട് തവണ വന്നിട്ടുള്ള നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നു, 5ാം തവണയാണ് മത്സരിക്കുന്നത്. കശ്മീരിലെ ഏറ്റവും ജനകീയനായ നേതാവാണ് താരിഗാമി. അദ്ദേഹം അനന്തനാഗിൽ കുൽഗാം മണ്ഡലത്തിൽ മത്സരിക്കുന്നു. 4 തവണ ജയിച്ച ആളാണ് അദ്ദേഹം. ഏറ്റവും സ്വീകാര്യതയുള്ള കശ്മീരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി നിയമസഭയിലും പുറത്തും നിരന്തര സമരങ്ങൾ നടത്തിയ മോദി സർക്കാരിന്റെ വേട്ടയാടലിനെ തുടർന്ന് മാസങ്ങളോളം വീട്ടുതടങ്കലിൽ കഴിയേണ്ടി വന്ന വിപ്ലവകാരിയായ സഖാവ് താരിഗാമി. അദ്ദേഹം കുൽഗാം മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ അദ്ദേഹത്തിനെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ പേര് സയാർ അഹമ്മദ് റേഷി എന്നായി. ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അല്ല, പിന്നെയോ 2 വിഭാഗത്തിന്റെ 2 പ്രസ്ഥാനത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി. ഏതാണ് 2 പാർട്ടികൾ? വേറെ ആരുമില്ല, RSSഉം ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് കശ്മീരിന്റെ മണ്ണിൽ ചുറ്റിക്കരിവാൾ നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച കുൽഗാമിലെ CPIM സ്ഥാനാർത്ഥി മുഹമ്മദ് യൂസഫ് താരിഗാമിയെ പരാജയപ്പെടുത്താൻ RSSഉം ജമാഅത്തെ ഇസ്ലാമിയും കൈകോർത്തു പിടിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, സയാർ അഹമ്മദ് റേഷി. അങ്ങനെയാ മത്സരം. ഒരു പക്ഷത്ത് CPIM, മറുഭാഗത്ത് RSSഉം ജമാഅത്തെ ഇസ്ലാമിയും. അപ്പൊ ഏതോ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഇവിടെ പറയുന്നത് കേട്ടു, ഞങ്ങളല്ല, അത് കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഇത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി. അതിപ്പോ നമുക്കറിയാമല്ലോ, കശ്മീരിലുള്ളത് കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമി, കേരളത്തിലുള്ളത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, ആലുവയിലുള്ളത് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമി. അല്ലാതെ ആലുവയിലുള്ള ആൾ പോയിട്ട് കശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷേ CPIM-നെ പരാജയപ്പെടുത്താൻ RSSുമായി കൈകോർക്കാം എന്ന് ഈ കഴിഞ്ഞ മാസം പരസ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് തെളിയിച്ച കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. അതേ രക്തമാണ് SDPI-യുടെ. ഏത് RSSുമായും ചേരും. എന്തിനു വേണ്ടി? CPIM-നെ തോൽപ്പിക്കാൻ. ഇതാണ് കയ്യിൽ, അതാണ്. അത് കണ്ടാണ് കേരളത്തിൽ UDF RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും എല്ലാം ഒപ്പം കൂട്ടുകയാണ്. ഇതെന്തിനു വേണ്ടി? വേറൊന്നിനുമല്ല, വളരെ ലളിതമായ കാര്യമാണ്. കോൺഗ്രസിന്റെ സ്ഥിതി അത്ര ദയനീയമാണ്. നമ്മൾ ഈ കാണുന്ന പോലെയല്ല. നമ്മൾ ചിലപ്പോൾ അതിന്റെ ആഴം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്താ കാരണം? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് എന്ന് മാത്രമല്ല ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയാധികാരമില്ലാതെ അരനിമിഷം ജീവിക്കാൻ പറ്റില്ല. നമുക്കെന്ത് അധികാരം? ഈ കേരളത്തിന്റെ രൂപീകരണ കാലം മുതൽ ഇങ്ങോട്ടെടുത്താൽ നമ്മളല്ലല്ലോ കൂടുതൽ ഇവിടെ ഭരിച്ചിട്ടുള്ളത്. നമുക്ക് ഭരണം വല്ല പ്രശ്നമാണ്. ഭരിക്കാൻ അവസരം കിട്ടിയാൽ ഭരിക്കും, ഇല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. നമുക്കത്രയുള്ളൂ. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. രാഷ്ട്രീയ അധികാരമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. മനുഷ്യൻ ഓക്സിജൻ എന്ന പോലെയാണ് കോൺഗ്രസിന് അധികാരം. പക്ഷെ എന്താ സ്ഥിതി? 10 കൊല്ലമായി കേന്ദ്രത്തിന് അധികാരമില്ല. 10 കൊല്ലം കഴിഞ്ഞു. ഇന്ത്യ ഉണ്ടായിട്ട് കോൺഗ്രസിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. 47-ൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം 1 ദശാബ്ദം തുടർച്ചയായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല കോൺഗ്രസിന്. പരമാവധി 5 കൊല്ലം, അപ്പോഴേക്ക് തിരിച്ചു കൊണ്ടിട്ടുണ്ട്. ഇതിപ്പോ 10 കൊല്ലം. കേരളത്തിലോ 8 കൊല്ലം അധികാരമില്ല. ഇങ്ങനെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. കേന്ദ്രത്തിലും കേരളത്തിലും അധികാരമില്ലാതെയായി.